ഇന്നൊരു ഫുഡടി വ്ളോഗാണ് കേട്ടോ. ജോലിയും കഴിഞ്ഞ് വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്ന ഏട്ടനെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരുന്നപ്പം ഏട്ടൻ പറഞ്ഞു, റെഡിയാവും, നമുക്കൊരു സ്ഥലം വരെ പോവാന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പിള്ളേരെ റെഡിയാക്കി ഒരുങ്ങി ഇറങ്ങാൻ നേരത്തെ ചോദിച്ചു എവിടെയാ പോകുന്നതെന്ന്. അപ്പം ചിരിച്ചോണ്ട് പറഞ്ഞു, എവിടെയെങ്കിലും പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു പെരിയയിലോട്ട് പോവായിരിക്കും, കാരണം പിള്ളേർക്ക് എന്തെങ്കിലും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണെന്നാണ് കരുതിയത്. പക്ഷെ പെരിയയും കഴിഞ്ഞ് പോകുന്നുണ്ട്, എവിടേക്കാണെന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങേര് ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരുന്നോണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവാണോ എന്ന് വിചാരിച്ചു. കാരണം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം ഇനി നീ കുറച്ച് നാൾ വീട്ടിൽ പോയി നിൽക്കുന്നെങ്ങാണ്ട് വിചാരിച്ചോന്ന് വിചാരിച്ചു. പക്ഷേ ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെരിയാട്ടെടുക്കുമ്പോൾ AFCയുടെ മുന്നിലെത്തിയപ്പം വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പം എനിക്ക് കുറച്ച് എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഫ്രൈഡ് ചിക്കൻ കഴിക്കാനായിരിക്കുമല്ലോ എന്തായാലും അവിടെ വന്നേക്കുന്നത്. അതേ പോകുന്ന ഒരുത്തൻ, അവനാണെങ്കിൽ അവൻ്റെ വിചാരം അവനാണ് ഞങ്ങളെ ലീഡ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നാണ്. ഞങ്ങളുടെ ക്യാപ്റ്റനാണെന്ന ഭാവത്തിൽ അവൻ നടക്കുന്നത്. ഞാൻ തന്നെ എല്ലാം ഓർഡർ ചെയ്തോളാമെന്നും പറഞ്ഞ് അകത്ത് കയറി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മോനും പോയി എന്താണ്ടോ ഒരു സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ട് വന്നു. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, കാരണം പോയപാട് 5 മിനിറ്റിനകത്ത് സാധനം കിട്ടില്ലല്ലോ. പക്ഷെ വെയിറ്റ് ചെയ്യാൻ എൻ്റെ ചെറിയ പുത്രന് തീരെ മനസ്സില്ലായിരുന്നു. അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുന്നവരൊക്കെ കഴിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് ചിക്കി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ അവരെയും കൊണ്ട് അവിടെയുള്ള പ്ലേ ഏരിയയിലോട്ട് വന്നു. അപ്പം കുറച്ച് സമാധാനമായി. രണ്ടുപേരും കൂടെ അവിടെ നിന്ന് തകർത്ത് കളിയായിരുന്നു. യുവിയാണെങ്കിൽ അവിടെ നിലത്ത് കിടന്ന് കളിയും, മറ്റവനാണെങ്കിൽ സ്ലൈഡിലിരുന്ന് കളിയായിരുന്നു. കുട്ടികൾക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അങ്ങനെ അവരവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു, കാരണം സാധനം കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം ഒരുത്തൻ അകത്തോട്ട് നോക്കിയിരിക്കുന്നുണ്ട്, വരുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട്. പിന്നെ ഒരു കൈയില്ലാത്തതുകൊണ്ട് വലിഞ്ഞ് കയറാനും പാവത്തിന് പറ്റുന്നില്ല. അങ്ങനെ അവിടെ കുറേ നേരം കളിച്ചു. രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ, കാരണം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ക്ഷമ നശിപ്പിച്ചപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ സാധനം കൊണ്ടുവന്നു. പുള്ളി ഞാൻ വീഡിയോ പുറത്തുനിന്ന് എടുക്കുന്നുണ്ടോ ദൂരത്തുനിന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, വെക്കട്ടെ എന്ന് പറഞ്ഞ് തലകൊണ്ട് ആക്ഷൻ കാണിച്ചു. അങ്ങനെ സാധനം പുള്ളി കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് ആശാൻ വന്ന് കൈയൊക്കെ കഴുകി വന്നിരുന്നിട്ട് പറഞ്ഞു, എൻ്റെ സാധനം ഞാൻ ആദ്യം എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി നിങ്ങൾ എടുത്താൽ മതി എന്നും പറഞ്ഞു ആദ്യം അവൻ്റെ പ്ലേറ്റിലോട്ട് വേണ്ടതൊക്കെ അവൻ എടുത്ത് വെച്ചു. പിന്നെ ഒരു കഴിപ്പായിരുന്നു. പിള്ളേർ ഇത് സ്ഥിരമായിട്ടൊന്നും നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കിട്ടുമ്പോഴത്തേക്കും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് കാണാനും ഉണ്ടായിരുന്നു, പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇതെങ്ങനെയെങ്കിലും തീർക്കാനുള്ള വെപ്രാളമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. ഇതേ കണ്ടില്ലേ, അത് എൻ്റെ പുത്രൻ തന്നെ എല്ല് പോലും ബാക്കി വെക്കില്ല, എല്ലായിടത്തും അവസാനം എല്ല് പോലും കടിച്ച് തിന്നാനുള്ള ശ്രമത്തിലായിരുന്നു പാവം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു, ഫുഡടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് യുവിക്ക് എവിടെ പോയാലും ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് പുള്ളിക്കാരീനെ കിട്ടി. രണ്ടുപേരും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ അവരെ കളിക്കാൻ വേണ്ടിയിട്ട്. കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ AFCയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.